ഹായ് ഫ്രണ്ട്സ്, ഞാൻ അമ്പിളി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പത്തിന് പറ്റിയ ഒരു സിമ്പിൾ മുട്ടക്കറിയാണ്. ഈ മുട്ടക്കറി അപ്പത്തിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ്. ഇതിൻ്റെ ഒരു ഗുണം സമയമില്ല എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം. അതുപോലെ കണ്ടിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാനും ശ്രമിക്കണം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈസി മുട്ടക്കറിയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവയെല്ലാം. ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ കുറച്ച് ഒരു 3-4 പച്ചമുളകും, പിന്നെ ഒരു 4 മുട്ട പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ് ഇത്. നമ്മൾ ഈ ചീനിച്ചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. ചീനിച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളുടെ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറിക്കഴിയുമ്പോൾ വേണം നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടികളുടെ പച്ചപ്പെല്ലാം മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ആദ്യം സവോള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, തക്കാളി, നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ഇതാ ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളും മറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ചു വയ്ക്കാം. ഇതാ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതവിടെ ഇരുന്ന് ഒന്ന് നമ്മുടെ മുട്ടക്കറിയിലെ ഇൻഗ്രീഡിയൻസ് എന്തായി എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാ ഈ പാകത്തിനായിട്ടുണ്ട്. സവോളയും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് വേകണമല്ലോ, അതിനായിട്ട്. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്ന മല്ലിയിലയാണ് കേട്ടോ ഇത്. ഇതിന് ആഫ്രിക്കൻ മല്ലിയില എന്ന് പറയും. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണിത്. ഇത് ചെറുതായിട്ട് മുറിച്ച് അതിലേക്ക് ഇടുകയാണ്. നമ്മുടെ കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇതാ ഇങ്ങനെ മുറിച്ച് ഇട്ടാൽ മതി. നമുക്കെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളച്ച് വെന്താൽ നമ്മുടെ കറി റെഡിയാകും. നമുക്കിതെന്തായാലും ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കറി എന്തായി എന്ന് നോക്കാം. ഇതാ പാകത്തിനായിട്ടുണ്ട്. ചാറൊക്കെ ഇത്രയും വേണം. ഒന്ന് കുറുതായിട്ടിരിക്കുന്നതാണ് ഈ കറിക്ക് കൂടുതൽ സ്വാദ് നൽകുന്നത്. ഞാൻ കറിയിലേക്ക് ഒരു ടിപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഈ കറിക്ക് കൂടുതൽ സ്വാദ് കിട്ടാനാണത്. ദാ ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതാ നമ്മുടെ മുട്ടക്കറി നല്ല സ്വാദാണ്. വെറും 5 മിനിറ്റ് മാത്രം മതി ഈ കറിക്ക്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. ചോറിൻ്റെ കൂടെ പറയാനും ഇല്ല. അപ്പോൾ എല്ലാത്തിനും പറ്റിയ ഒരു മുട്ടക്കറി സമയക്കുറവുള്ളവർക്ക് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. വളരെ ഉപകാരപ്രദമായിരിക്കും ഇത്.